എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു പീടിയെ പോയാണ്ട് വല്ലതും കഴിച്ചോളിയായിരുന്നു കേട്ടോ. പോയ സ്ഥലം കിട്ടൂലാന്ന്. എന്താ പൂരത്തിന്റെ ആഗ്രഹമാണ് അത്. ആകെ തളർന്നീനല്ലേ? ഞാനെങ്ങനെയുണ്ട്? കഴിഞ്ഞീനോ മുഖം? എനിക്ക് നല്ല തലവേദന ഉണ്ട്. അനക്കുണ്ടല്ലേ? നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല അല്ലേ? മിക്കോ ഒരു തലവേദനയോ? എനിക്ക് തന്നെ പിന്നെ ഒച്ചയില്ല, അതിന് സംസാരിക്കാനും വയ്യപ്പോ. എനിക്ക് ഭയങ്കര തലവേദന. നിങ്ങൾക്കോ? നിങ്ങൾക്ക് എന്താ ഇയാള് പിന്നെ ഒരിക്കലും അതിന്റെ 2 ദിവസം മുന്നേ നോമ്പെടുത്തതാണ്. നന്ദൊക്കെ ഫസ്റ്റ് ടൈമാണ്. ഇത് ചെറിയച്ഛന്റെ മോനാട്ടോ, അറിയാത്തവർക്ക് പറഞ്ഞുതരാണ്. നന്ദന്റെ അവസ്ഥ എന്താ? വെള്ളം കുടിക്കാനായിട്ടുള്ള ചെറിയൊരു അടുക്കളയ്ക്ക് 2-3 തവണ പോയി നോക്കി, അതേപോലെ കിടറ പോന്നു പറഞ്ഞ്. ഞാൻ നോമ്പ് പിടിച്ചിട്ടിരിക്കുകയാണല്ലോ വെച്ചിട്ട്. പിന്നെ ഇവിടെ ഇനി 2 വ്യക്തികളുണ്ട്. മിത്തുട്ടാ, എങ്ങനെയുണ്ട് ഇതുവരെ നോമ്പെടുത്തിട്ടുള്ള അവസ്ഥ? പറഞ്ഞ സുഖണ്ട്. ഭയങ്കര സുഖണ്ട് നോമ്പെടുത്തിട്ട്. എന്തായാലും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ് ആള്. പിന്നെ അത് അവിടെ 2 ആൾക്കാര്. എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലല്ലേ മണിക്കുട്ടിയെ? അങ്ങനെ എല്ലാരും ഇനിതാ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ നമ്മള് നോമ്പ് തുറയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ട്. കൂടുതലൊന്നുമില്ല. നമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മാംഗോന്റെ ജ്യൂസ് ഉണ്ട്, പിന്നെ നാരങ്ങ വെള്ളം, കാരക്ക, പൈനാപ്പിള്, പിന്നെ അച്ചാറ്, തൈര്, അവിടെ ചപ്പാത്തി ഉണ്ട്. പിന്നെ സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി ഇപ്പൊ ഇങ്ങോട്ട് പൊട്ടിച്ചിട്ടുള്ളൂ. ഞങ്ങളത് സെറ്റ് ആക്കിയിട്ടില്ല. അതിന്റെ ചിക്കനൊക്കെ താഴെ കേട്ടോ. സമയം ഇപ്പൊ എത്രയായി? 6:40 ഏകദേശം ആവാനായി. ഞങ്ങളിതെല്ലാരും ഇപ്പൊ നോമ്പെടുത്ത എല്ലാരും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തില്. അങ്ങനെ ഇപ്പോഴാണ് പൂർണ്ണതയിലെത്തിയത് ഞങ്ങള്. എല്ലാവർക്കും ആദ്യം ഇവിടെ തന്നെ തുടങ്ങാം. അങ്ങനെ ഞാനും വെള്ളം ഏതാ വേണ്ട വെച്ചെടുത്തോളെ. ആദ്യം കാരക്ക കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ ഈ ഒരു ദിവസത്തെ നോമ്പ് മുറിക്കാണ്. ദൈവത്തിന് നന്ദി. ഇത്രയും നേരം ഞങ്ങളെല്ലാരും നല്ല രീതിയിൽ ആർക്കും കുഴപ്പമൊന്നുമില്ലാതെ ഇരുന്നു. ചെറിയ മക്കളടക്കണ്ട് ഞങ്ങളെ കൂടെ. വെള്ളം കുടിച്ചോ? ഞാൻ ഈ സ്പെഷ്യൽ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു, നിങ്ങൾ ആരും കാണാതെ. കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? പേരക്കല്ല, മാംഗോ ആണ്, പച്ചമാങ്ങ. പച്ചമാങ്ങന്റെ ജ്യൂസ് ആണ്. ഞങ്ങൾ ആരും കാണാതെ മെല്ലെ പോയി ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്കൊരു അതെ രസമുണ്ടാവും. താങ്ക് യു. വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സമയമായിട്ടാണ് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങണം കേട്ടോ. അതങ്ങനെ തന്നെ കഴിയുള്ളൂ കേട്ടോ. കാരണം വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്തോ ഒരു ക്ഷീണം പോലെ കുറച്ചേരം. പിന്നെ കുറച്ചേരം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇനിതാ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് ബിരിയാണിയാണ് ഞങ്ങൾ കഴിക്കുന്നത്.